നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സർ, എന്തായാലും നറുക്കെടുപ്പിന്റെ റിസൾട്ട് ഒക്കെ കുഞ്ഞാണാണോ പെണ്ണാണോ? കുഞ്ഞ് പറയടോ, കുഞ്ഞ് ആണായിരുന്നോ പെണ്ണായിരുന്നോ? സർ, ഞാനത് പറയാനല്ല വന്നത്. പിന്നെ എന്താ പറയാനുള്ളത്? സർ, എനിക്ക് കുറച്ച് സത്യങ്ങൾ സാറിനോട് പറയാനുണ്ട്. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? സർ, പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവ് അയാള് മരിച്ചിട്ടില്ല സർ. പാർവതി, ഇതേക്കുറിച്ച് മിണ്ടി പോരുതെന്ന് കുറച്ചു മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? വീണ്ടും വീണ്ടും നീ എന്തിനാ അതേക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാവിലെ തുടങ്ങിയതാണല്ലോ ഈ സംസാരം. വിശാൽ സർ, സാറ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. സർ, ഇത് എന്റെ വെറും തോന്നലുകളൊന്നും അല്ല. പാർവതി, ആദ്യ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞത് പ്രഭാവതി അമ്മയാ. അമ്മ പറഞ്ഞിട്ടും നീ എന്താ അത് വിശ്വസിക്കാത്തെ? അമ്മയെ നീ അവിശ്വസിക്കുകയാണോ? മുൻ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? സർ, സാറ് തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ സാറിന് ചുറ്റും നടക്കുന്നുണ്ട്. ഞാൻ അത് വിശദമായിട്ട് പറയാം. സാറ് അതൊന്ന് സംയമനത്തോടെ കേൾക്കാൻ തയ്യാറാവണം. പാർവതി, നീ എന്തോ തെറ്റിദ്ധാരണ വെച്ചാ സംസാരിക്കുന്നത്. നീ അമ്മയെ അകാരണമായി സംശയിക്കുന്നുണ്ട്. അത് ശരിയല്ല. സർ, എന്റെ അമ്മ പെട്ടെന്ന് തികച്ചും അപ്രതീക്ഷിതമായി എന്നെ വിട്ടു പോയപ്പോ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയിരുന്നു. ആരുമില്ല എന്നൊരു തോന്നൽ എന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. എല്ലാവരിൽ നിന്നും അകന്ന് സ്വയം തീർത്ത ഏകാന്തതയിലൂടെ പിന്നിട്ട നാളുകൾ. ആ ചെറിയ പ്രായത്തിലും എങ്ങനെയെങ്കിലും മരിച്ചാ മതിയെന്നായിരുന്നു എന്റെ ചിന്ത. അത്രയ്ക്ക് ജീവിതത്തോട് വിരക്തിയായിരുന്നു എനിക്ക്. അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ പ്രഭാവതി അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അമ്മ വന്നതിന് ശേഷം ചുറ്റുമുള്ള ഇരുണ്ട ലോകത്ത് നിന്നും പ്രകാശമുള്ള ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വന്നത്. അമ്മ എനിക്ക് തന്ന ധൈര്യവും സ്നേഹവും പിന്നീട് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. എനിക്കൊരു പുനർജന്മം നൽകിയത് പ്രഭാവതി അമ്മയാ. ആ അമ്മയെ നീ വെറുതെ സംശയിക്കരുത് പാർവതി. സർ, ഞാൻ പറയുന്നത്. ഇനി നിനക്ക് അമ്മയെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും അത് നീ നിന്നോടൊപ്പം സൂക്ഷിക്കുന്നതാ നല്ലത്. ദയവ് ചെയ്ത് എന്നെ നീ വെറുതെ വേദനിപ്പിക്കരുത്. സർ, ഞാൻ അറിഞ്ഞ സത്യങ്ങൾ വിശാൽ സാറിനെ അറിയിച്ചില്ലെങ്കിൽ അത് വിശാൽ സാറിന് ആപത്താണ്. അത് എങ്ങനെയാ സാറിനെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടേ? പ്രഭാവതി അമ്മയുടെ ഭർത്താവ് താൻ തന്നെയാണെന്ന് ശേഖർ മേനോനെ കൊണ്ട് പറയിപ്പിക്കണം. എങ്കിൽ മാത്രമേ വിശാൽ സാർ അത് വിശ്വസിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.